ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്ലിപ്കാർട്ടിനും മീഷോന്നും ഏകദേശം ഒരേപോലത്തെ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലത്തെ ഏട്ടനും മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത് ചെറിയൊരു 10 രൂപ 15 രൂപ വരെ വ്യത്യാസം മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. ആദ്യം ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ടൈറ്റിൽ നല്ല കവറും കാര്യങ്ങളും എല്ലാം അതിലുണ്ട് കേട്ടോ. ഇവരെങ്ങനെ ആ സാധനം അതിൻ്റെ ഉള്ളിലാക്കിയെന്ന് അവരോട് നിൽക്കണം. കാരണം അത്രയും കറക്റ്റ് അളവെടുത്തിട്ടാണ് ഇതിൻ്റെ കവർ ഉണ്ടാക്കിയിട്ടില്ല. അവർ വലിയ വലിപ്പമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം സാധാരണ മീഡിയം ലെവലിലെ ഒരു ഭണ്ണാരമായിരുന്നു. അതിനെ കവർ ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് കവർ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. ഓപ്പൺ ചെയ്യാൻ ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാ ഭാഗത്തും ക്ലോസ് ആതെ. പിന്നെ പൈസ 2 ടൈപ്പിലിടാൻ പറ്റും, ഒരു വട്ടത്തിൽ ഒരു നീളത്തിലുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് മീഷോൻ്റെ പൊട്ടിക്കാം. വലിപ്പം കണ്ടാൽ തന്നെ തിരിയുന്നുണ്ടല്ലോ, അതിനേക്കാളും ഇച്ചിരി ഒരു പേടിക്ക് ഉള്ളാന്ന് ഇതിൻ്റെ സൈസുള്ളത്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ തിരിയാലോ ഞാൻ എത്രമാത്രം വിചാരിക്കാണ്ട് ഇത്രയും വലിയ സാധനം കിട്ടിയെന്ന്. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ സാധാ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ ഇതിൽ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കുരു കവറായിരുന്നു. 2-3 ഞാൻ പൊട്ടിച്ചു, എൻ്റെ ബാക്കി കൊടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല കവറിങ് ആയിരുന്നു കേട്ടോ. നല്ല ടൈറ്റായിട്ട് 2 കവറിങ് ഉണ്ടായിരുന്നു. ഇത് ബാക്കിൽ മഴ പെയ്യുന്ന സൗണ്ട് ഒന്നല്ല കേട്ടോ. ഉണ്ണിക്കുട്ടൻ നേരത്തെ എടുത്ത ആ കവറിലത്തെ എല്ലാ കുമിളയും ഞെക്കി പൊട്ടിക്കുന്ന വെച്ചാണ്. സൈഡിലുള്ള എല്ലാ ഗോൾഡൻ ഷെയ്ഡിനും അവർ വേറെ തന്നെ ഒരു കവറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2ലും പൈസ ഇടുന്നതിനനുസരിച്ച് ഇൻറ്റു ചെയ്യാനുള്ള കോളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മളെ മീഷോന്ന് കിട്ടിയ സാധനം ഇതാണ് കേട്ടോ. മറ്റേതേപോലെ തന്നെ 4 സൈഡും കവറാണ്, ഒരു സൈഡ് മാത്രം നമ്മളെ പൈസ ഇടേണ്ടത്. അതായത് വട്ടത്തിലും നീളത്തിലുള്ള ചെറിയൊരു ഹോളും ഉണ്ടായിരുന്നു. അതിന് വരെ അവർ കവർ വെച്ചിട്ടുണ്ടായിരുന്നു. 4 സൈഡിലുള്ള ഗോൾഡൻ ഷെയ്ഡ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിന് സൈസ് പിന്നെ പറയണ്ടല്ലോ, അതിനേക്കാളും കുറച്ചധികം കൂടി ഉണ്ടായിരുന്നു. ഞാൻ 2ഉം ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ട്, ഇത് മീഷോ. ഇതാണ് നമ്മളെ സാധനം. ഉണ്ണിക്കുട്ടനാണ് കേട്ടോ ഈ ലാസ്റ്റ് വോയിസ് കൊടുത്തത്. വേറൊന്നല്ല, ആൾക്ക് വേഗം പോയിട്ട് നമ്മളെ കുമ്പളെല്ലാം ഞെക്കി പൊട്ടിക്കാനുണ്ടായിരുന്നു.